السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم لك الدوام الأزلي والبقاء السرمدي حتى ترث الأرض ومن عليها وأنت خير الوارثين. سبحانك يا دائم ارزقنا حلاوة محبتك واحشرنا في زمرة المحبين. ولا حول ولا قوة إلا بالله العلي العظيم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. اللهم صل على الذات المحمدية اللطيفة الأحدية شمس سماع الأسرار ومظهر الأنوار ومركز مدار الجلال وقطب فلك الجمال. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. صدق الله مولانا العلي العظيم. من سره أن يمد له في عمره ويوسع له في رزقه ويدفع عنه ميتة السوء فليتق الله وليصل رحمه. شفيعنا رسول الله. ثم الله عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. على أمة سيدنا محمد. സർവാദരണീയരായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നാസർ മൗലവി, അതുപോലെ തന്നെ ഈ കാരമ്പത്തൂർ മഹലിന്റെ ദീനി ചൈതന്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അഭിവന്യരായ മഹല്ല് ഖത്തീബ് അബ്ദുൽ ലത്തീഫ് ഫൈലി ഉസ്താദ് അവറുകൾ, സ്വാഗതം ആശംസിച്ച സവാദ്, അതുപോലെ തന്നെ മദ്രസയിലെ ഉസ്താദുമാരായ ഫضل റഹ്മാൻ
ഉസ്താദ് അടക്കമുള്ള സ്നേഹധന്യരായ രക്ഷിതാക്കളെ, യുവാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ബദരീങ്ങളുടെ ആത്മാവ് നിലകൊള്ളുന്ന ഒരു മജ്ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മളിവിടെ ചൊല്ലിയ അസ്മാഉൽ ബദറും സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദാത്തുകൾ, സൂറത്ത് യാസീൻ പോരായ്മകളൊക്കെ പരിഹരിച്ച് അല്ലാഹു പരിപൂർണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഗതകാല ജീവിതത്തിൽ സംഭവിച്ച സർവ്വ അപരാധങ്ങളും ജഗന്നിയന്താവായ റബ്ബ് തആല വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കളടക്കം കൂട്ടുകുടുംബങ്ങൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർ, ബന്ധുമിത്രാദികൾ, നമ്മൾ സ്നേഹിച്ചവർ, നമ്മളെ സ്നേഹിച്ചവർ, നമ്മുടെ അയൽവാസികൾ, നമ്മൾക്ക് ഒത്താശകളും ഉപദേശങ്ങളും നൽകി നമ്മുടെ മുൻ കഴിഞ്ഞുപോയ ആളുകൾ എല്ലാവർക്കും അല്ലാഹു പരിപൂർണ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഖബറിൽ അല്ലാഹു സന്തോഷവും ആനന്ദവും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ ആഖിബത്ത് നന്നായി മരിക്കാൻ നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലയളവ് വരെ പരിപൂർണ മുഅ്മിനായി ആഫിയത്തോടെ, റാഹത്തോടെ, അഭിമാനത്തോടെ, അന്തസ്സോടെ, ഇസ്സത്തോടെ, സലാമത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സമയം ഏറെ വൈകിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് ഏകദേശം 1 മണിക്കൂർ 9:30 മണിയാകുമ്പോഴേക്കും നമുക്ക് നിർത്തണം. പിന്നെ ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു എല്ലാം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിരക്കുള്ള കടമകളും കടപ്പാടുകളുമുണ്ട്. മാതാപിതാക്കൾ മക്കളോടും, മക്കള് മാതാപിതാക്കളോടും, ജ്യേഷ്ഠന്മാർ അനുജന്മാരോടും, അനുജന്മാർ ജ്യേഷ്ഠന്മാരോടും, ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, അയൽവാസികൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, കൂട്ടുകുടുംബങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ നിലക്കുള്ള ബന്ധങ്ങളും പുലർത്തിയായിരിക്കണം ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കേണ്ടത്. ഇതൊരു പ്രത്യേകമായ പരീക്ഷണശാലയാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സൂചിപ്പിക്കുന്നുമുണ്ട്. സൂറത്തുൽ മുൽക്കിന്റെ തുടക്കം തന്നെ പറയുന്നത് അതാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മരണവും ജീവിതവും അല്ലാഹു സൃഷ്ടിച്ചു വെച്ചത് ഈ ഭൂമി ലോകത്ത് അയ്യുക്കും അഹ്സനു അമല, ആരാണ് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയാണ്, എന്ന ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ദുനിയാവിൽ അല്ലാഹു മരണവും ജീവിതവും സംവിധാനിച്ചത് എന്ന് എന്നെയും നിങ്ങളെയും പടച്ച ജഗനിയന്താവായ റബ്ബ് തആല നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടുകുടുംബങ്ങളോടും, നമ്മുടെ അയൽപക്ക ബന്ധങ്ങളോടും, സുഹൃത്തുക്കളോടും, ജ്യേഷ്ഠാനുജന്മാരോടും, സഹോദര സഹോദരിമാരോടും, ബന്ധുമിത്രാദികളോടും സർവ്വ കടപ്പാടുകളും അവരോട് ചെയ്യേണ്ട ബന്ധങ്ങൾ എങ്ങനെയൊക്കെ പുലർത്തണം എന്നുള്ളതും പരിശുദ്ധമായ ഖുർആനും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസും വളരെ കൃത്യമായി വ്യക്തമായി നമ്മുടെ മുമ്പിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിന്റെ മുഖത്ത് ജീവിക്കേണ്ടത്. നാഥനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ സ്വാഗത ഭാഷണത്തിൽ, അതുപോലെ തന്നെ അധ്യക്ഷ ഭാഷണത്തിൽ, ഉദ്ഘാടന ഭാഷണത്തിലൊക്കെ നിറഞ്ഞു നിന്നതും ആ വിഷയമായിട്ടാണ് എനിക്ക് ഗ്രഹിക്കാൻ സാധിച്ചത്. ബന്ധങ്ങൾ പരസ്പരം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എടുത്തു മാറ്റാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ ഒരു അഭേദ്യമായ ഒരു ബന്ധമാണ്. പ്രത്യേകമായി നമ്മൾ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമാണ് ബന്ധങ്ങൾ എന്നും നിലനിൽക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എങ്ങോട്ടൊക്കെയാണോ ബന്ധപ്പെടേണ്ടത്, ഏതെല്ലാം രീതിയിൽ ആഴത്തിലോടൊക്കെയുള്ള കടമകളും കടപ്പാടുകളും ഉണ്ടോ, അതൊക്കെ പരിപൂർണമായി നിർവഹിക്കാൻ
ഓർമ്മിക്കാനുള്ള എല്ലാവിധ തൗഫീഖാത്തുകളും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രണ്ട് വിഷയങ്ങളിൽ അധിഷ്ഠിതമായിക്കൊണ്ട്, അതായത് ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ഹദീസ് അതിലേക്ക് പോകുന്നത് കൊണ്ട് ഇൻഷാ അല്ലാഹ് 1 മണിക്കൂർ സംസാരം നിങ്ങളുടെ മുമ്പിൽ അല്ലാഹുവിനെ കുറിച്ചും അവന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും നിങ്ങളോട് അല്പസ്വല്പമൊക്കെ സംസാരിക്കും. നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തണം. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത് യഥാവിധം പകർത്തിക്കൊണ്ട് ജീവിതം ധന്യമാക്കുമ്പോഴാണ് ഇത്രയേറെ മജ്ലിസുൻ നൂറിന്റെ സദസ്സുകളാണെങ്കിലും വഅലിന്റെ സദസ്സുകളാണെങ്കിലും അതൊക്കെ പരിപൂർണമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അതുകൊണ്ടൊരു ഉപകാരം സിദ്ധിക്കുകയുമുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ സഹോദരന്മാരെ, എന്റെ സഹോദരിമാരെ, പരിശുദ്ധമായ ഖുർആൻ അനുശാസിച്ച ബന്ധങ്ങൾ ഏതൊക്കെ നിലക്കാണ്, പരിശുദ്ധമായ തിരു ഹദീസ് ഏതൊക്കെ നിലക്കാണ് നമ്മുടെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ, ഇതൊക്കെ പറയുമ്പോ നമ്മുടെ ഇനിയുള്ള ജീവിതത്തിൽ അതെല്ലാം ജീവിതത്തിന്റെ ഒരു മാതൃകാപരമായ ജീവിതത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് അത് ജീവിതത്തിൽ പകർത്തി ജീവിതം ധന്യമാക്കുക എന്ന വലിയ ഒരു സതുദ്ദേശത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഇവിടെ ഇരിക്കേണ്ടത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചു. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, ഈ ദുനിയാവിന്റെ മുകളിൽ നമ്മൾ ആഗ്രഹിച്ചു പോരുന്നത് എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കലാണ്. അത് സാമ്പത്തിക ഭദ്രതയാണെങ്കിലും ശാരീരികമായ ഭദ്രതയാണെങ്കിലും ആരോഗ്യമാണെങ്കിലും എല്ലാ നിലക്കും നമുക്ക് അല്ലാഹുവിന്റെ അടുക്കലിൽ നിന്നുള്ള പ്രത്യേകമായ ഐശ്വര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സന്തോഷകരമായ ഒരു ജീവിതത്തിലൂടെ നമ്മുടെ കുടുംബ ജീവിതത്തെയും നമ്മുടെ മഹല്ലിന്റെ ജീവിതത്തെയും നമ്മുടെ പരസ്പര സൗഹാർദ്ദ ബന്ധത്തെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഞാൻ പറഞ്ഞുവല്ലോ, മൻ സറഹു അയ്യമുദ്ദ ലഹു ഫീ ഉംരിഹി വയുവസിഅ ലഹു ഫീ റിസ്ഖിഹി വയുദഫഅ അൻഹു മിഹ്തത്തുസ്സൂ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ സറഹു അയ്യമുദ്ദ ലഹു ഫീ ഉംരിഹി, വല്ല ഒരുത്തനും അവന്റെ ആയുസ്സിൽ സന്തോഷം നിറയണോ, ആനന്ദം വേണോ, ആഹ്ലാദം വേണോ, എല്ലാ നിലക്കുമുള്ള സന്തോഷങ്ങൾ നിറഞ്ഞാടിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതുപോലെ മുത്തുനബി പറഞ്ഞു തരികയാണ്, വയുവസ്സിഅ ലഹു ഫീ റിസ്ഖിഹി, അവനക്കും അവന്റെ ചെലവിൽ കഴിയുന്ന അവന്റെ ഉമ്മമാര്, അവന്റെ ഉപ്പമാര്, അവന്റെ മക്കള്, അവന്റെ ചെലവിൽ കഴിയുന്ന ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം പട്ടിണി കിടക്കാതെ ഭക്ഷണത്തിൽ റിസ്ഖിന് വിശാലത വേണോ, അതിനെല്ലാം അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെയും പറയുകയാണ്, വയുദ്ഫഅ അൻഹു മിഹ്തത്തുസ്സൂ, അവസാനം ഖാബിദുൽ അർവാഹ് മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളെയും ഗർഭാശയത്തിൽ ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ 4-ാം മാസം അവിടേക്ക് മലക്കുകളെ പ്രത്യേകമായി പറയിപ്പിച്ചുകൊണ്ട് വിട്ടുകൊണ്ട് നമ്മളുടെ റൂഹൂതുന്ന ഒരു ടൈമുണ്ട്. അവിടെ നമ്മൾ വിജയിയാണോ പരാജിതനാണോ, ഈ മനുഷ്യന്റെ ആയുസ് എത്രയാണ്, ഈ മനുഷ്യന്റെ ഭക്ഷണം എത്രയാണ്, എല്ലാം കൃത്യമായി വ്യക്തമായി രേഖപ്പെടുത്തുമ്പോ അതിൽ ആയുസിന്റെ കണക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ആ ആയുസിന്റെ അവസാന നിമിഷം എത്തുമ്പോ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ഈ പാലക്കാട് ജില്ലയിൽ ഈ കാരമ്പത്തൂർ എന്ന പ്രദേശത്ത് ഇന്നാലിന്ന കുടുംബത്തിൽ പിറന്ന ഇന്നാലിന്നവരുടെ റൂഹ് പിടിക്കണമെന്ന് ഖാബിദുൽ അർവാഹ് മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ജഗനിയന്താവായ റബ്ബ് തആലയുടെ ഓർഡർ വരുമ്പോ നമ്മെ അന്വേഷിച്ചുകൊണ്ട് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ വീടിനെ ലക്ഷ്യമാക്കി വരികയാണ്. നമ്മുടെ വീടിന്റെ 4 ചുമരിന്റെ ഉള്ളിൽ ഒരു കട്ടിലിൽ നമ്മൾ കിടക്കുന്നുണ്ട്. എല്ലാവരും കൂട്ടുകുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മെ നോക്കി നിൽക്കുന്നുണ്ട്. ഉപ്പയുടെ രോഗവിശേഷണങ്ങൾ അറിയുന്ന മക്കളുണ്ട്. ഭർത്താവിന് എന്താണ്
കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു ദിവസമാണ്. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ദിവസത്തിൽ അവസാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണോ. വയുദ്ഫഅ അൻഹു മീതതു മോശമായ മരണത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടണോ. എത്ര കാര്യങ്ങളാണ് ഈ ഹദീസിലൂടെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നത്. ഒന്ന്, ജീവിതത്തിൽ സന്തോഷം വേണോ, ആയുസ്സിൽ ബറക്കത്ത് വേണോ, ഭക്ഷണത്തിൽ വിശാലത വേണോ, അതുപോലെ അവസാനം അന്ത്യം നന്നാവണോ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കാര്യമാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി പറയുന്ന രണ്ട് കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറഞ്ഞു, ഒന്നാമതായി പറഞ്ഞത് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം നമ്മുടെ കാത് മുളച്ച അന്ന് മുതൽ നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. തഖ്വയോടെ ജീവിക്കണേ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണേ. തഖ്വയോടെ ജീവിച്ചാൽ അവസാനം അവർക്ക് അന്ത്യം നന്നായി മരിക്കാൻ സാധിക്കും. ഇത് തന്നെയല്ലേ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത്, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അവസാനമായി വിജയിക്കുന്നത് മുത്തഖീങ്ങളാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ആര് നയിക്കുന്നുണ്ടോ അവർക്കാണ് അവസാന വിജയമെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ. എന്നെ പടച്ച, നിങ്ങളെ പടച്ച, സർവമാന സുഖ സൗകര്യങ്ങൾ തന്ന, ഇവിടെ നേരത്തെ പറഞ്ഞുവല്ലോ, മേലോട്ട് വിട്ട ശ്വാസം താഴോട്ട് വിടാനുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും തന്ന ജഗനിയന്താവായ റബ്ബ് തആല പറയുകയാണ്, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. തഖ്വ ചെയ്യുന്നവർക്കാണ്, മുത്തഖീങ്ങൾക്കാണ് അവസാന വിജയം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഇന്നേ വരെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, തഖ്വ ചെയ്യണേ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. എന്താണ് പ്രിയപ്പെട്ടവരെ തഖ്വ എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക? സയ്യിദുനാ അലിയാർ തങ്ങളോട് തഖ്വയെ കുറിച്ച് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്. സ്വഹാബത്ത് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളോട് ചോദിക്കുന്നുണ്ട്. ആരാണ് അലിയാർ തങ്ങൾ? ആരാണ് പ്രിയപ്പെട്ടവരെ അലിയാർ തങ്ങൾ? അഹദിൻ പരീക്ഷണം അലിയാർ തങ്ങളുടെ വീട്ടിൽ പട്ടിണി, ഫാത്തിമ ബീവി ഓതി സങ്കടം. അലിയാർ തങ്ങളോട് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, അല്ലയോ അലിയാർ തങ്ങളെ, തഖ്വ കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആ തഖ്വയ്ക്കൊരു നിർവചനം തരുമോ? ആരാണ് അലിയാർ തങ്ങൾ? പ്രിയപ്പെട്ടവരെ, ഹബീബായ മുത്തുനബിയുടെ മരുമകനാണ്. ആ മരുമകനായി തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? ഒരു ക്വാളിഫിക്കേഷൻ എന്താണ്? സയ്യിദുനാ റസൂലുള്ളാഹി നോക്കിയത്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കേണ്ടതാണ്. അലിയാർ തങ്ങൾ ബിസിനസ്സുകാരനാണ്. എന്ത് ബിസിനസ്സാണ് അലിയാർ തങ്ങൾക്കുള്ളത്? പ്രഭാതം പൊട്ടി വിടർന്നാൽ പ്രിയപ്പെട്ടവരെ, കാടിന്റെ മുകളിൽ ചെന്നുകൊണ്ട് പുല്ലരിഞ്ഞുകൊണ്ട് ആ അരിഞ്ഞ പുല്ലുകെട്ടുമായി അത് ആ നഗരത്തിന്റെ മധ്യത്തിൽ കൊണ്ടുപോയി വിറ്റുകൊണ്ട് ഉപജീവനമാർഗം തേടിയിരുന്ന അലിയാർ തങ്ങളാണ്. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരുമകനായി തിരഞ്ഞെടുത്തത് ആ ബിസിനസ് സാമ്രാജ്യമാണോ? അല്ല, അല്ല. പിന്നെ എന്താണ് പ്രിയപ്പെട്ടവരെ? അല മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. ഞാൻ അറിവിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണമാകുന്ന അറിവിലേക്ക് കടന്നു വരാനുള്ള കവാടം അത് അലിയാണ്, അലിയാണ്, അലിയാണെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാർ തങ്ങളെ മരുമകനായി തെരഞ്ഞെടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ നോക്കിയത് അറിവാണ്, ഇൽമാണ്. പ്രിയപ്പെട്ടവരെ, ആ അലിയാർ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, എന്താണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ?
നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷമാണോ, അവനക്ക് ആയുസ്സിൽ ബറക്കത്ത് വേണോ, അവന്റെ റിസ്ഖിൽ അവന്റെ ഭക്ഷണത്തിൽ വിശാലത വേണോ, അവസാനം അന്ത്യം നന്നായി മരിക്കണോ, അല്ലാഹുവിനെ തഖ്വ കൊണ്ട് ജീവിക്കുക, അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുക. ആ തഖ്വ എന്താണ്? അലിയാർ തങ്ങളോട് ചോദിക്കുമ്പോ അലിയാർ തങ്ങൾ പറയുകയാണ്, നാല് കാര്യങ്ങളാണ് അലിയാർ തങ്ങൾ തഖ്വക്ക് നിർവചനമായി കൊടുത്തത്. ഒന്നാമത് പറഞ്ഞു, അൽ ഖൗഫു മിനൽ ജലീൽ, ജലീലായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, അല്ലാഹു എന്തോ ഭീകര ജീവിയാണ് എന്ന നിലക്കല്ല, അല്ലാഹു നമ്മെ ശിക്ഷിക്കും എന്ന നിലക്കല്ല, അല്ലാഹു എല്ലാത്തിനും ശിക്ഷിക്കുന്ന അല്ലാഹുവാണ് എന്നുകൊണ്ട് ഭയക്കലുമല്ല. മറിച്ച് ഏത് രീതിയിലാണ് അല്ലാഹുവിനെ ഭയക്കേണ്ടത്? ഇഷ്ടത്തോടുകൂടി, പ്രേമത്തോടുകൂടി, ഇഷ്ടോടുകൂടി, ബഹുമാനത്തോടുകൂടി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കലാണ് തഖ്വയുടെ ഒന്നാമത്തെ സ്റ്റെപ്പായി കൊണ്ട് അലിയാർ തങ്ങൾ പറഞ്ഞു തരുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വെറും ഒരു തെറ്റിന് ശിക്ഷിക്കുന്ന അല്ല മാത്രമല്ല, എല്ലാ സൽക്കർമ്മത്തിനും നല്ല സുഖലോക സ്വർഗം അവർക്ക് വാഗ്ദാനം ചെയ്ത അല്ലാഹുവിനെ സ്നേഹത്തോടുകൂടി ഭയപ്പെടലാണ്. ആ ഭയപ്പാടോടുകൂടി ജീവിക്കുമ്പോ അത് തഖ്വയിൽ പെട്ടതാണെന്ന് സയ്യിദുനാ അലിയാർ തങ്ങൾ പറഞ്ഞു തരികയാണ്, വിശദീകരിക്കുകയല്ല. രണ്ടാമതായി പറഞ്ഞു, വലഅമലു ബിത്തൻസീൽ, അല്ലാഹു ഈ പരിശുദ്ധമായ ഭൂമിയിലേക്ക് പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കിയിട്ടുണ്ട്. ആദരവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തിരു ഹദീസുകൾ ഇറക്കിയിട്ടുണ്ട്. ആ പരിശുദ്ധമായ ഖുർആനും ഹദീസും അതിൽ നിന്ന് കടഞ്ഞെടുത്ത് ഇമാമിങ്ങൾ എന്തെല്ലാമാണ് ഇവിടെ ഇജ്മാഇലൂടെയും ഖിയാസിലൂടെയും നമ്മെ പഠിപ്പിച്ചതെങ്കിൽ അത് മുഴുവനും എടുത്തുകൊണ്ട് ഒരു ജീവിതം നയിക്കാം. ഇതും തഖ്വയുടെ രണ്ടാമത്തെ ഭാഗമാണ്. മൂന്നാമത് പറയുന്നു, കുറഞ്ഞതുകൊണ്ട് തൃപ്തി അടഞ്ഞ ഒരു ജീവിതം നയിക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ചിന്തിക്കണം, അല്ലാഹു നമുക്ക് നൽകിയ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊക്കെ തൃപ്തി അടഞ്ഞവരാവണം. എപ്പോഴും നമ്മൾ നോക്കേണ്ടത് താഴെയുള്ളവരിലേക്കായിരിക്കണം, മുകളിലുള്ളവരിലേക്ക് നമ്മൾ നോക്കരുത്. എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ അയൽവാസിക്ക് സാമ്പത്തിക ഭദ്രത ഒരുപാടാണ്, റബ്ബ് എന്നെ എങ്ങനെ ആക്കിയല്ലോ എന്ന് ചിന്തിക്കലല്ല. അപ്പുറത്ത് ക്യാൻസർ ബാധിച്ച ഒരു അയൽവാസി ഉണ്ടെങ്കിൽ, രോഗശയ്യയിലായി കിടക്കുന്ന ഒരു അയൽവാസി ഉണ്ടെങ്കിൽ, ഒന്ന് നേരാവണ്ണം അല്ലാഹുവിന്റെ റബ്ബിന്റെ പള്ളിയിൽ പോയി നേരാവണ്ണം ഒന്ന് സുജൂദ് പോലും ചെയ്യാൻ കഴിയാതെ വീടിന്റെ അകത്തളങ്ങളിൽ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പോലെ എന്നെ ആക്കിയില്ലല്ലോ അല്ലാ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഓരോ പ്രഭാതം പൊട്ടിവിടരുമ്പോഴും വളരെ ആരോഗ്യത്തോടുകൂടി നമ്മുടെ ശരീരങ്ങൾക്ക് ആരോഗ്യമുണ്ട്, അവയവത്തിന്റെ ഉപകാരം നഷ്ടപ്പെട്ടിട്ടില്ല. അന്ന് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ സാമഗ്രികൾ മുഴുവനും നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ സ്റ്റോർ റൂമിന്റെ ഉള്ളിലുണ്ട് എങ്കിൽ അവനിക്ക് ഒരു മനുഷ്യൻ രാവിലെ നീക്കുമ്പോ അവന്റെ ശരീരത്തിന്റെ ആഫിയത്തിന് യാതൊരു കോട്ടുമില്ല. അവന്റെ കൈ എങ്ങനെയാണോ അവൻ വൈകുന്നേരം ഉറങ്ങുമ്പോഴുള്ളത് അതിനേക്കാൾ ഒന്നുകൂടി പൂവത്തുണ്ട്. കാരണം രാത്രി കിടക്കുമ്പോൾ നമ്മുടെ സർവമാന ജോലികളും കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ഒന്ന് വിശ്രമിക്കുകയാണ്. വിശ്രമമായി കൊണ്ടാണ് അല്ലാഹു നിങ്ങൾക്ക് ഉറക്കം സംവിധാനിച്ചിട്ടുള്ളതെന്ന് പരിശുദ്ധമായ ഖുർആൻ
വിശ്രമത്തിന് വേണ്ടി നമ്മൾ കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോ നമ്മുടെ ശരീരത്തിന് എല്ലാ നിരക്കുമുള്ള ആഫിയത്തുമുണ്ട്. കിടക്കുന്നതിനേക്കാൾ കൂടുതൽ ഊർജത്തോടു കൂടിയാണ് നമ്മൾ എണീച്ചിട്ടുള്ളത്. അന്ന് കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ സർവമാന കാര്യങ്ങളും നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഉണ്ടെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദുനിയാവും അതിലുള്ള മുഴുവനും അവർക്ക് ലഭിച്ചതിന് തുല്യമാണെന്ന് ഷഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഉണ്ടാകുമോ? ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നമ്മൾ നോക്കേണ്ടത്, രാത്രി കിടക്കുമ്പോ പിറ്റേ ദിവസം രാവിലെ സുബ്ഹിന്റെ ടൈമിൽ ഭാര്യ ചെന്ന് വിളിക്കുമ്പോ ആകമാകെ കുലുങ്ങുന്ന ഒരു സാഹചര്യം നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൈയിന്റെ ശേഷി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എണീക്കാൻ വേണ്ടി ബെഡിൽ നിന്ന് എണീക്കുമ്പോ ഒന്ന് നേരാവണ്ണം എണീക്കാൻ കഴിയാതെ അവൻക്ക് തളർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനക്ക് ദുനിയാവ് മുഴുവനും കിട്ടിയതുപോലെയാകും. ആ ഒരു സാഹചര്യത്തിലൂടെ അവൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആരോഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എന്തിനേക്കാളും പ്രധാനം ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. എല്ലാത്തിനേക്കാളും ആരോഗ്യത്തിന് എന്തെങ്കിലും ഒരു കോട്ടം സംഭവിച്ചാൽ അവിടെ തീർന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാം നമ്മൾ ഇത്ര കാലം അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ സർവ്വ സമ്പാദ്യങ്ങളെല്ലാം ആ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ മെനക്കെട്ടിറങ്ങിയാലും അള്ളാഹുവിന്റെ തീരുമാനം എങ്ങനെയാണെന്ന് അറിയില്ല. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത് തഖ്വ കൊണ്ട് ജീവിക്കുക, തഖ്വയിലായി ജീവിക്കുന്നതിന്റെ ഭാഗമാണെന്ന് സയ്യിദുനാ അലി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാവിലെ എണീക്കുമ്പോൾ ഒരു അൽഹംദുലില്ലാ പറയാൻ നമ്മളൊക്കെ നിർബന്ധ ബുദ്ധിയെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സമയം കണ്ടെത്തുകയും അത് മറക്കാതെ നമ്മൾ പറയുകയും വേണം. ഈ മജ്ലിസുൻ നൂർ അതിനൊരു സബബാകണം, ഒരു കാരണമാകണം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പോയി കിടന്നുറങ്ങിയാൽ രാവിലെ എണീക്കുമ്പോൾ സാധാരണ മുത്തുനബി പഠിപ്പിച്ച അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പറയുന്ന ദിക്ർ ചൊല്ലാൻ അറിയുന്നവർ അങ്ങനെ തന്നെ ചൊല്ലണം. ഇനി അറിയില്ല എന്ന് വെക്കുക, മിനിമം അൽഹംദുലില്ലാഹ് എന്ന് മനസ്സറിഞ്ഞുകൊണ്ട്, പടച്ചോനെ നിനക്കാണ് സർവസ്തുതിയും. എത്രയോ പേര് ഇന്നലെ രാത്രി കിടന്നുറങ്ങി ഇന്ന് രാവിലെ ആയപ്പോൾ മരണപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ ആഫിയത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നും പെടുത്താതെ എന്റെ കുഞ്ഞുമക്കളെ, എന്റെ ഭാര്യയെ, എന്റെ ഉമ്മയെ, എന്റെ ഉപ്പയെ നിറകണ്ണുകളോടെ പുഞ്ചിരിച്ചൊന്ന് കാണാനുള്ള അവസരം ഒരുക്കി തന്ന റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയാൻ നമ്മളെ കൊണ്ടാവണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, തഖ്വയുടെ മൂന്നാമത്തെ ഭാഗമായി അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വരില്ലാ ബിൽ ഖലീൽ, കുറഞ്ഞതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടലാണ്. പിന്നാലിയാര് തങ്ങൾ പറഞ്ഞു തരികയാണ്, വല്ലിസ്തിദാദി ലിയൗമിർ റഹീൽ, അവസാനമായി ഒരു യാത്രയുണ്ട്. പ്രിയപ്പെട്ടവരെ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ആ യാത്രയിലേക്ക് നീ എന്തെങ്കിലും ഒരു പ്രത്യേകമായ അക്കൗണ്ട് ബാലൻസ് നീ ഉണ്ടാക്കലാണെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹു തഖ്വയുടെ നിർവചനമായി പറയുകയാണ്. ബക്കറ്റ് വരുന്നുണ്ട്. ബക്കറ്റാണല്ലോ നമ്മുടെ പ്രധാനം ഇതിന്റെ കാര്യങ്ങൾക്കൊക്കെ. ബക്കറ്റില്ലാതെ ഒരു കാര്യം നടക്കൂല ഇൻഷാ അല്ലാഹ്. അപ്പൊ നല്ല ഒരു സംഖ്യ അതിലേക്ക് നിങ്ങളൊക്കെ നല്ലൊരു നിയ്യത്തോടു കൂടി നിങ്ങൾ എല്ലാവരും അതിലേക്ക് നിക്ഷേപിക്കുക ഇൻഷാ അല്ലാഹ്. നമ്മുടെ സ്വതക്കകൾ അല്ലാഹു പരിപൂർണമായി ഖബൂലാക്കട്ടെ. സ്വതക്കകൾ കൊണ്ടാണ് നമ്മുടെ എല്ലാവിധ ആഫത്തും മുസീബത്തുകളും തട്ടി മാറ്റപ്പെടുക എന്ന് ഷഫീഉനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ആയുസ്സിൽ എന്തെങ്കിലും ബലാഅോ മുസീബത്തോ ഉണ്ടോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പടച്ചോനെ, ആ ആഫത്ത് മുസീബത്ത് ബലാഅൊക്കെ ഈ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് നീ
നീ തട്ടിമാറ്റണേ എന്ന ഒരു നിയത്തോടു കൂടി നമ്മൾ എല്ലാവരും അതിലേക്കൊരു സംഖ്യ ഇടണമെന്ന് സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. തങ്ങൾ പറയുകയാണ്, തഖ്വയുടെ 4ാമത്തെ സ്റ്റെപ്പായി കൊണ്ട് അവസാനമായി ഒരു യാത്ര പോകാനുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ അർവാഹുകൾ നമ്മുടെ റൂഹിനെ ആത്മാവിനെ പിടിച്ച് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നുപോയതിനു ശേഷം നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഡൈനിങ് ഹാളിൽ ഒരു കട്ടിലിന്റെ മുകളിൽ നമ്മെ കടത്തുന്ന ഒരു രംഗം പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. അന്ന് ഇന്നലെ വരെ നമ്മെ കുറിച്ച് കുറ്റം പറഞ്ഞ ആളുകൾ നമ്മെ വന്ന് കാണുന്നതാണ്. ഇന്നലെ വരെ നമ്മെ കുറിച്ച് നല്ലത് പറഞ്ഞ ആളുകളും നമ്മെ കാണാൻ വരുന്നതാണ്. നമ്മുടെ തലക്കുമീത നമ്മുടെ കൂട്ടുകുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ മകനോ സഹോദരനോ ഇരുന്നു കൊണ്ട് നമ്മുടെ മുഖം വരുന്നവർക്ക് കാണിച്ചു കൊടുക്കാൻ, നമ്മുടെ കഫം പുടവ വെള്ള തുണിയൊന്ന് മാടിക്കൊണ്ട് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ തലയുടെ ഭാഗത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം പ്രിയപ്പെട്ടവരെ നമുക്ക് വരാനുണ്ട്. ആ വലിയ ഒരു ദിവസത്തെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ആ ദിവസത്തിന് വേണ്ടി ഞാൻ എന്താണ് ഇന്ന് ചെയ്തത്, ഇന്നലകളിൽ ചെയ്തത്, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ഒരു തയ്യാറെടുപ്പ് നടത്തലും അത് തഖ്വയുടെ ഭാഗമാണെന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു തആല എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ അവസാനത്തെ ദിവസത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും ഒരുങ്ങി തയ്യാറാവണം. ഞാനൊരു യുവാവാണ്, ഇപ്പോൾ തന്നെ എന്നെ മരണം പിടികൂടുകയില്ല. അതല്ലെങ്കിൽ എനിക്ക് 50 വയസ്സായിട്ടുള്ളൂ, അല്ലെങ്കിൽ 60 വയസ്സേ ആയിട്ടുള്ളൂ. എങ്ങനെ നമ്മൾ തീരുമാനിക്കും പ്രിയപ്പെട്ടവരെ? എപ്പോഴാണ് നമ്മുടെ മരണം ഉണ്ടാവുക എന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ കഴിയുമോ? ആർക്കും കഴിയില്ലല്ലോ. ഈ മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനോ നമുക്ക് സാധിക്കുമോ? ഇല്ല ഇല്ല. ആ മരണമാകുന്ന പ്രതിഭാസത്തിലൂടെ നിങ്ങൾ കടന്നു ചെല്ലേണ്ടത് വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ. ഈ ദുനിയാവിൽ 60 അല്ലെങ്കിൽ 70 അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ 90 അല്ലെങ്കിൽ 100 എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ? 1000 60കളല്ല, 1000 70കളല്ല, 1 കോടി 100കളല്ല. അനശ്വരമായ ഒരു ജീവിതത്തിന്റെ കവാടം നമ്മൾ ഈ മരണത്തോടുകൂടി തുറന്നു വെക്കുമ്പോ ആഖിറമാകുന്ന എന്നെന്നും ശേഷിക്കുന്ന ആഖിറമാകുന്ന ഭവനത്തിൽ നമുക്ക് വിജയിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മാലാക ഖാബിലുൽ അർഹാം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മിലേക്ക് കടന്നു വരുമ്പോ തതനസ്സലു അലൈഹിമുൽ മലായിക. ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ 1000 റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ മാലാകമാരുടെ അകമ്പടിയോടുകൂടി ആണ് ആ മുസ്ലിമായ വ്യക്തിയുടെ റൂഹിനെ പിടിക്കാൻ വരിക എന്ന് പറയുന്നു. എന്നിട്ട് അവർ പറയുന്നത് അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. ഈ മരണവെപ്രാളത്തിന് നീ ഭയപ്പെടേണ്ട, നീ ദുഃഖിക്കേണ്ട, നീ ബേജാറാവേണ്ട, നീ അങ്കലാപ്പിലാവേണ്ട. നല്ല രീതിയോടുകൂടി അവന്റെ ആത്മാവിനെ പിടിച്ചു കളയുമെന്ന് ഒരു വിഭാഗക്കാരെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്. ആ വിഭാഗക്കാരിൽ നമുക്ക് പഠനമെങ്കിൽ അലിയാർ തങ്ങൾ പറഞ്ഞ തഖ്വയുടെ നിർവചനമായി പറഞ്ഞ റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കലും, അല്ലാഹു ഇറക്കിയ പരിശുദ്ധമായ ഖുർആൻ പിടിച്ച് ജീവിക്കലും, ഹദീസ് പിടിച്ച് ജീവിക്കലും, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കലും, അവസാന ദിവസമായ മരണത്തിന്റെ ദിവസത്തിലേക്കുള്ള തയ്യാറെടുപ്പ് നടത്തലും ചെയ്തുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു വന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിലേക്കാണ്. ദുനിയവിയായ ജീവിതത്തിൽ സന്തോഷം വേണോ, ആനന്ദം വേണോ, ആഹ്ലാദം വേണോ, എല്ലാ നിലക്കുള്ള മനസ്സമാധാനവും നിങ്ങൾക്ക് വേണമെങ്കിൽ മുത്തുനബി പഠിപ്പിച്ചു അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കലാണ്, തഖ്വയോടുകൂടെ ജീവിക്കലാണ്. ആ തഖ്വയാണ് നമ്മളൊന്ന് വിശദീകരിച്ചത്. അലിയാർ തങ്ങൾ പറഞ്ഞ 4 കാര്യം സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, 2
കാര്യം പറഞ്ഞു. ഒന്ന്, ജീവിതത്തിലുള്ള സന്തോഷം, ആയുസ്സിലുള്ള ബറക്കത്ത് അഥവാ ആയുസ്സിന് നീട്ടം കിട്ടുക, നമ്മുടെ ആയുസ്സിൽ വിശാലതയുണ്ടാകുക. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകുക. അവസാനമായി മോശം മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക. ഇതിന് 2 കാര്യങ്ങൾ ചെയ്യാനാണ് മുത്തുനബി പഠിപ്പിച്ചത്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയും അതുപോലെ തന്നെ ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കലും അവിടെ കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളതാണ് ഹദീസിന്റെ പ്രത്യക്ഷ അർത്ഥത്തിലെങ്കിലും അതിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങൾ വളരെ വ്യക്തമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ ബന്ധങ്ങളും സർവ്വനിലക്കും ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് ആ ബന്ധങ്ങൾ കൊണ്ട് പ്രത്യേകമായി ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങൾ നമ്മെ ഉണർത്തുന്നു. ബന്ധങ്ങൾ എപ്പോഴും നിലനിൽക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എപ്പോഴാണ് കണ്ണടക്കുക എന്നറിയില്ല. ഇവിടെ ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചു, എന്തെങ്കിലും തർക്കങ്ങളിലോ വിതർക്കങ്ങളിലോ ഏർപ്പെട്ട് 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമൊക്കെ മിണ്ടാതിരിക്കാൻ നമുക്ക് എന്താ അവകാശമുള്ളത്? എന്ത് ഗ്യാരണ്ടിയോടെയാണ് നമ്മൾ അങ്ങനെ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്? എന്തെങ്കിലും നിസ്സാര വിഷയങ്ങളായിരിക്കും. കുറെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുന്നത് തെറ്റ് ചെയ്തത് കൊണ്ടല്ല, തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെറ്റിദ്ധാരണ. ഒന്നൊരു വട്ടമേശയ്ക്ക് ഇരുന്നു കൊണ്ടൊന്ന് ചർച്ച ചെയ്താൽ കൂട്ടുകുടുംബങ്ങളിലുള്ള ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള സഹോദര സഹോദരിമാർ തമ്മിലുള്ള ആ ബന്ധങ്ങളൊക്കെ എന്തുകൊണ്ടും സുദൃഢമാക്കാൻ കഴിയും. ഒരു തുറന്ന സംസാരത്തോടു കൂടി തീരാവുന്ന പ്രശ്നമാണുള്ളതെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളായി ആ കുടുംബത്തിൽ അങ്ങനെ നിലനിന്ന് അത് അവരുടെ പിന്തലമുറയിലേക്ക് കടന്ന് ആരാണോ ഇതിന് തുടക്കം കുറിച്ചത് അവനിക്ക് കബറിലെ ഒന്ന് നേരാവണ്ണം കടക്കാൻ കഴിയാത്ത വിധം ഇവിടെ ദുനിയാവിന്റെ മുകളിൽ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും തെറ്റി നടക്കുന്ന ഒരു സാഹചര്യം പ്രിയപ്പെട്ടവരെ ഉണ്ടാവരുത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതിന് പ്രധാനമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, സലാമിനെ അധികരിപ്പിക്കുക എന്ന് സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ. സലാം പറയണം, നമ്മൾ സലാം പറയണം. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും. ഒരു കുടുംബം എന്ന് പറയുന്നതിന്റെ ബേസിക് ഭാര്യയും ഭർത്താവുമാണല്ലോ, ഉമ്മയും ഉപ്പയുമാണല്ലോ. അവിടുന്നാണ് ഒരു കുടുംബം പൊട്ടിമുളക്കുന്നത്. അതിൽ നിന്ന് ശിഖരങ്ങളായി ഉപശിഖരങ്ങളായി മറിയുമ്പോ അടിസ്ഥാനപരമായ ഉമ്മയും ഉപ്പയും ഒരു ജീവിതത്തിന്റെ മാതൃക മഹിമയായി കൊണ്ട് മാറണം. എന്റെ ഉമ്മ ഇങ്ങനെയായിരുന്നു, എന്റെ ഉപ്പ ഇങ്ങനെയായിരുന്നു എന്ന് മക്കൾക്ക് പഠിച്ചെടുക്കാൻ ഒരു പ്രത്യേകമായ മാതൃക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ പറഞ്ഞത്. മനുഷ്യനെ വന്നുകൊണ്ട് മുത്തുനബിയോട് ചോദിക്കുന്നു, അയ്യുൽ ഇസ്ലാമി ഖൈർ, നബിയെ പരിശുദ്ധമായ ഇസ്ലാമിൽ ഖൈറായ കാര്യമേതാണ്? മുത്തുനബിയോട് ചോദിക്കുകയാണ്, ഖൈറായ നല്ല ഒരു കാര്യം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, മുത്തുനബി പറഞ്ഞു കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ്, ചിന്തനീയമാണ്. എന്താണ് മുത്തുനബി പഠിപ്പിച്ചു കൊടുത്തത്? ഉമ്മയെ ബഹുമാനിക്കാമെന്ന് അവിടെ പറഞ്ഞിട്ടില്ല, 5 വഖത്ത് നമസ്കരിക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞത് ഈ മജ്ലിസുൻ നൂറിന്റെ അതുപോലെ സ്വലാത്തിന്റെ അതുപോലെ മദ്രസയുടെ സംവിധാനങ്ങൾ വരുമ്പോ ഒരു പ്രത്യേകമായ സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോ അതല്ലെങ്കിൽ ഒന്നുമില്ല എങ്കിലും ആർക്കെങ്കിലും ഭക്ഷണത്തിന് ആവശ്യമുണ്ടോ? ഭക്ഷണത്തിന് ആവശ്യമുള്ളവരെ ഭക്ഷിപ്പിക്കലാണെന്ന് ഹബീബ് സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ. ഈ മജ്ലിസുൻ നൂറിന്റെ ആത്മീയ വേദിയിൽ നടക്കുന്നത് പ്രിയപ്പെട്ടവരെ അതാണല്ലോ. നമ്മുടെ എന്തെല്ലാം ആത്മീയ വേദികളിൽ നടക്കാറുണ്ട് ഇത്ര ഭക്ഷണ വിതരണങ്ങൾ. ഒരു മുഹിയദ്ദീൻ ആണ്ട് വരുമ്പോ, റിഫാഈ ശൈഖിന്റെ ആണ്ട് വരുമ്പോ, നമ്മൾ ഇവിടെ ചൊല്ലിയ അസ്മാഉൽ ബദരീങ്ങളുടെ ആണ്ട് വരുമ്പോ നമ്മുടെ ഭക്ഷണം വിതരണം ചെയ്യുന്നു. അത് ഇസ്ലാമിൽ ഏറ്റവും ഖൈറായ കാര്യമാണെന്ന് സയ്യിദുനാ വ നബിയുനാ
സൂചിപ്പിക്കുകയാണ്. മജ്ലിസുൻ നൂറിന്റെ സദസ്സ് ഇവിടെ നടക്കുന്ന കാലത്തോളം ഇലാ യൗമിൽ ഖിയാമത്ത് നടക്കണം. ഖിയാമത്ത് നാൾ വരെ അത് നടന്നുകൊണ്ടിരിക്കണം. നമ്മുടെ പ്രയാസങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക്, നൊമ്പരങ്ങൾക്ക്, സങ്കടങ്ങൾക്ക് അസ്മാഉൽ ബദർ ചൊല്ലിക്കൊണ്ട് ജഗനിയന്താവായ റബ്ബിന്റെ ദർബാറിലേക്ക് നമ്മൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ആ ഉയർത്തുന്ന കരങ്ങൾക്ക് ഇജാബത്തുണ്ട് എന്നുള്ളത് എത്രയോ അനുഭവങ്ങളിലൂടെ സ്ഥിരപ്പെട്ടതാണ്. ഈ പാവപ്പെട്ട വീരൻ പലയിടങ്ങളിലും പോകുമ്പോൾ സംഘാടകർക്ക് പറയാനുണ്ട്, ഒരു പിടി അനുഭവങ്ങൾ പറയാനുണ്ട്. ഉസ്താദേ, കഴിഞ്ഞ മജ്ലിസുൻ നൂർ കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ഉപ്പയുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടി മജ്ലിസുൻ നൂറിലേക്ക് ഭക്ഷണം കൊടുത്തവരുടെ അനുഭവങ്ങൾ പറയുന്നത് ഈ വിനീതന്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഭക്ഷണത്തിലേക്ക്, അല്ലെങ്കിൽ സ്വതക്കയായിക്കൊണ്ട് എന്തെങ്കിലും കൊടുത്ത് ആത്മാർത്ഥമായി നിങ്ങൾ ചെയ്യുന്ന സ്വതക്കയുണ്ടല്ലോ, എന്തെങ്കിലും ഒരു നിയ്യത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തു നോക്കൂ പ്രിയപ്പെട്ടവരെ. അതാണ് ബക്കറ്റ് പിരിവ് വരുമ്പോ ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ശർറായ ഖലാഉകൾ നമ്മുടെ ആയുസ്സിൽ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ സാധിക്കുകയില്ല. മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, സ്വതക്ക കൊണ്ട് എല്ലാ ആഫത്തും മുസീബത്ത് ബലാവും നീങ്ങുന്നതാണ്. അതുപോലെ തന്നെ ലാ യുറദ്ദുൽ ഖലാ ഇല്ലാ ബിദ്ദുആ, സ്വതക്കകൾ കൊണ്ടും ദുആ കൊണ്ടും എല്ലാവിധ ആഫത്ത് മുസീബത്തിനെയും അല്ലാഹു തട്ടിമാറ്റുമെന്ന് ഇതുവരെ കള്ളം പറയാത്ത റഹ്മത്തുൽ ലിൽ ആലമീൻ, റാഹത്തുൽ ആശിഖീൻ, മുറാദുൽ മുസ്താഖീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിലെ ഖൈറായ കാര്യം ഏതാണെന്ന് ചോദിച്ചു വന്ന സന്തത സഹചാരിയായ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തത് ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം കൊടുക്കലാണ്. രണ്ടാമത് പറഞ്ഞു വിഷയത്തിലേക്ക് വരട്ടെ പ്രിയപ്പെട്ടവരെ. ബന്ധങ്ങൾ സുദൃഢമാകണോ? അത് ഏത് ബന്ധങ്ങളാണെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന ഏതേത് ബന്ധങ്ങളും നല്ല സ്നേഹത്തോടെ, സൗന്ദര്യത്തോടു കൂടി, എല്ലാവിധ മഹബത്തോടു കൂടിയും സുദൃഢമാകാൻ മുത്തുനബി പഠിപ്പിച്ചു തന്ന ഒരൊറ്റ മൗലിയാണ്. അറിയുന്ന ആളുകൾക്കും അറിയാത്തവർക്കും അഭിവാദ്യം ചെയ്യണേ. അതായത് ഇസ്ലാമിന്റെ അഭിവാദ്യമാകുന്ന സലാം പറയണേ. ഉമ്മമാരെ, പെൺമക്കളോട് സലാം പറയണം, മരുമക്കളോട് സലാം പറയണം. എന്റെ പ്രിയപ്പെട്ട മരുമക്കളെ, അമ്മായിമ്മയോട് സലാം പറയണം. എന്നാൽ കുടുംബജീവിതത്തിന്റെ വിള്ളലുകൾക്ക് ഒരു അറുതി വരും, സംശയമില്ല. പഠിപ്പിച്ചത് മുസ്തഫായ നബിയാണ്. ആ മുസ്തഫായ നബിയുടെ പാത പിന്തുടർന്നുകൊണ്ട് അവിടുത്തെ ചര്യ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിച്ച ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണല്ലോ. അതുകൊണ്ട് സലാം പറയണേ. മക്കളെ മദ്രസയിലേക്ക് പോകുമ്പോ മാത്രം പറയാനുള്ളതല്ല, മദ്രസ വിട്ട് വരുമ്പോ ഉമ്മമാരോട് പറയാനുള്ളതല്ല. സ്വഹാബത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. സയ്യിദുനാ അലിയാർ തങ്ങളും അതുപോലെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം വളരെ വിശദമായ ചരിത്രമുണ്ടല്ലോ. എന്താണ് അലിയാർ തങ്ങളും സിദ്ദീഖ് തങ്ങളുമുള്ള ബന്ധം? എന്നും ദിവസവും രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണുന്നതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോ എന്നും അലിയാർ തങ്ങൾ സലാം പറയും. അങ്ങനെയാണല്ലോ വേണ്ടത്. ചെറിയവർ വലിയവർക്ക് സലാം പറയുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ രീതി. സലാം പറയുന്നതിന് മര്യാദകളുണ്ട്. ഇനി ഒരു ദിവസം ചെറിയ ആൾ പറഞ്ഞില്ല എങ്കിൽ വലിയവർ അങ്ങോട്ട് പറയണം. ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളും ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടാളും ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ടവർ. നേരത്തെ നമ്മളോട് അലിയാർ തങ്ങളെ കുറിച്ച് പറഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനാണ്. സിദ്ദീഖ് തങ്ങളോ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ഖലീഫയായ മാലോകരായ മുസ്ലിമീങ്ങളുടെ ഈമാൻ ഒരു തുലാസിലും സയ്യിദുനാ സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ ഒരു തുലാസിലും വെച്ച് കഴിഞ്ഞാൽ തുലാസിൽ ഏറ്റവും കനം തൂങ്ങുക അലി ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളുടെ ആയിരിക്കുമെന്ന്
അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ രണ്ടുപേരും ദിവസവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണല് പതിവാണ്. പ്രിയപ്പെട്ടവരെ, എന്നും കാണുമ്പോൾ അലിയാർ തങ്ങൾ സലാം പറയും. പുഞ്ചിരിച്ചുകൊണ്ട് സലാം പറയുമ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ സലാം എടുക്കും. ഇത് ദിവസവും നടക്കുന്ന പരിപാടിയാണ്. പക്ഷേ ഒരു ദിവസം അലിയാർ തങ്ങൾ സലാം പറഞ്ഞില്ല. സിദ്ദീഖ് തങ്ങൾക്ക് വിഷമമായി. എന്നും എന്നോട് എന്റെ അലി സലാം പറയാറുണ്ട്, ഇന്ന് എന്നോട് സലാം പറയാത്തത് എന്തിരുന്നാലും വേണ്ടില്ല, ഞാൻ തിരിച്ചങ്ങോട്ട് സലാം പറയട്ടെ എന്ന ഉദ്ദേശത്തോടെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ സലാം പറയുകയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾക്ക് വിഷമമായി, വേദനയായി, ബേജാറായി. എന്തുകൊണ്ടാണ് അലിയാർ തങ്ങൾ എന്നോട് സലാം പറയാതിരുന്നത്? ഏതായിരുന്നാലും ഇരിക്കട്ടെ, പ്രശ്ന പരാതികൾ മുഴുവനും ചൊല്ലുന്നത് ഏറ്റവും വലിയ ഹൈക്കോർട്ടായ ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്കാണ്. സിദ്ദീഖ് തങ്ങൾ വന്നു ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനോട് പറയുകയാണ്, നബിയേ, എന്നും അലിയാർ തങ്ങൾ എന്നെ കാണുമ്പോ എന്നോട് പുഞ്ചിരി തൂകി സലാം പറയാറുണ്ട് നബി തങ്ങളെ. ഇന്ന് എന്റെ അലി എന്നോട് സലാം പറഞ്ഞില്ല നബിയേ. എനിക്ക് വിഷമമായി, വേദനയായി, സങ്കടമായി. എന്താണെന്ന് ചോദിക്കുമോ നബിയേ? ഈ പാവപ്പെട്ട സിദ്ദീഖിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും അനിഷ്ടകരമായ സംഭവങ്ങൾ അലിയാർ തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് തീർക്കണം നബിയേ. അങ്ങയുടെ മധ്യസ്ഥതയിൽ വെച്ച് അതിനിവിടെ വിരാമമിടണം നബിയേ. അതുകൊണ്ട് അലിയാർ തങ്ങൾ ഒന്ന് വിളിച്ചുകൊണ്ട് അങ്ങൊന്ന് ചോദിക്കണം നബിയേ എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ മുത്തുനബിയോട് ചോദിക്കുമ്പോ അലിയാർ തങ്ങളെ വിളിച്ചു വരുത്തുകയാണ്. അലിയാർ തങ്ങൾ ഇലാ ഹളറത്തി റസൂലില്ലാഹ് മുത്തുനബിയുടെ ഹളറത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മുത്തുനബി ചോദിച്ചു, അലി, എന്നും നിങ്ങൾ സിദ്ദീഖ് തങ്ങളെ കാണുമ്പോ സലാം പറയാറുണ്ടെന്ന് സിദ്ദീഖ് തങ്ങൾ എന്നോട് പറഞ്ഞു. പക്ഷേ പതിവിന് വിപരീതമായി ഇന്ന് അങ്ങ് ബഹുമാനപ്പെട്ടവരോട് നിങ്ങൾ സലാം പറഞ്ഞില്ല. കാരണം എന്റെ അലി ഇവിടെ വന്ന് സങ്കടം പറഞ്ഞു, നമ്പരം പറഞ്ഞു, എന്നോട് വിഷമം പറഞ്ഞു. അലി, എന്താണ് സിദ്ദീഖ് തങ്ങൾ നിങ്ങളോട് ചെയ്തതെന്ന് പറയൂ എന്ന് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളോട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉദ്ദേശിച്ച പരാതിയല്ല, അനിഷ്ടകരമായ സംഭവങ്ങളല്ല. പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ഈ രാത്രിയിൽ ഞാൻ സ്വർഗമിൽ ഒരു മന്ദിരം കണ്ടിട്ടു ചോദ്യം ചെയ്തതാർക്കതിനുത്തരം. ആദ്യം സലാം പറയുന്നവർ കാണുന്ന അതുകൊണ്ട് സിദ്ദീഖിനൊഴിഞ്ഞതു പന്ന. നബിയേ, ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങി. ആ കിടന്ന ഉറക്കത്തിൽ ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഞാൻ സുഖലോക സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സ്വപ്നമാണ് ഞാൻ കണ്ടത്. ആ സുഖലോക സ്വർഗത്തിലേക്ക് ഹാറുകളും നഹാറുകളും അരുവികളും പുഴകളും അലതല്ലി ഒലിക്കുന്ന സുഖലോക സ്വർഗത്തിൽ, പൂർലിസാനികളുള്ള സ്വർഗത്തിൽ, എന്ത് ചോദിച്ചാലും കിട്ടുന്ന സ്വർഗത്തിൽ വലിയ ഒരു മാണിക്യ കൊട്ടാരം ഞാൻ കണ്ടപ്പോ സ്വർഗം കാക്കുന്ന റിൽവാനിനോട് ചോദിച്ചു, റിൽവാനേ, ആ കാണുന്ന സുന്ദരമായ മണിമാളിക ആർക്കുള്ളതാണ് റിൽവാൻ എന്ന് സ്വർഗം കാക്കുന്ന മലക്കിനോട് ഞാൻ ചോദിക്കുമ്പോ എന്നോട് പറയുന്നു, ആദ്യം സലാം പറയുന്നവർ കാണുന്ന അതുകൊണ്ട് സിദ്ദീഖിനൊഴിഞ്ഞതു
തങ്ങളോട് പറയുമ്പോ പ്രിയപ്പെട്ടവരെ ആ ബന്ധങ്ങൾ സുദൃഢമാവാൻ മുത്തുനബി പഠിപ്പിച്ചു. നിങ്ങളുടെ സലാമിനെ നിങ്ങളുടെ ഇടയിൽ വ്യാപിപ്പിക്കുക. സലാമിനെ വ്യാപിപ്പിക്കുമ്പോ നിങ്ങളുടെ ഇടയിൽ പരസ്പരം സ്നേഹബന്ധം ഊട്ടിയുറക്കുമെന്നും അഷ്റഫുൽ ഖൽഖ് നബിയുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് രണ്ട് കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവാൻ, അവസാനം ആഖിബത്ത് നന്നായി മരിക്കാൻ, ഭക്ഷണ വിശാലതയ്ക്ക്, അതുപോലെ നമ്മുടെ ആയുസ്സിൽ ബറക്കത്തുണ്ടാവാൻ, ഒന്ന് ഫൽയത്തഖില്ലാ, അല്ലാഹുവിനെ തഖ്വയിലായി ജീവിക്കുക. രണ്ട് ഫൽയസ്ലു റഹിമ, ബന്ധങ്ങൾ സുദൃഢമാക്കുക. ബന്ധങ്ങൾ സുദൃഢമാക്കാൻ മുത്തുനബി പഠിപ്പിച്ചു തന്നത് ഒന്നാമത് സലാം പറയലാണ്. നമ്മുടെ കൂട്ടുകുടുംബങ്ങൾക്കൊക്കെ സലാം പറയണം. സലാം പറയൽ നിസ്സാര വിഷയമൊന്നുമല്ല. അത് ഗൗരവമായി നമുക്ക് തോന്നുക എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആദ്യം ആരും എന്നോട് പറയട്ടെ, ഞാൻ പറയില്ല, എന്തിനാ ഞാൻ പറയുന്നത്, ഞാൻ ഓനെ കടിക്കും വലിയ ആളാണല്ലോ, എന്തിനാ ഞാൻ അങ്ങോട്ട് പറയണത്. ആ ഒരു ചിന്താഗതി പ്രിയപ്പെട്ടവരെ നമ്മൾ ഉടുക്കുവെത്തൂല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ സംഭവം കൂടി മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് വിരാമം വിടുകയാണ്. നമ്മളൊക്കെ എല്ലാ നിലക്കും ബന്ധങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഒരു മനുഷ്യനോടും നമുക്ക് ഉള്ളിൽ ഒരു വിദ്വേഷമോ ഒരു വൈരാഗ്യമോ ഒരു നീരസമോ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ എങ്കിൽ നമ്മളാണ് സ്വർഗത്തിന്റെ ഉത്തുംഗതയിൽ നിന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ വിശദമായ ഒരു ചരിത്രം ചുരുക്കിക്കൊണ്ട് പറയാം, വളരെ ചുരുക്കിക്കൊണ്ട്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സുദീർഘമായ ഒരു സംഭവം, അത് ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആരാ അനസ് റളിയല്ലാഹു അൻഹു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 വർഷത്തിലേറെ ഖിദ്മത്ത് ചെയ്ത വലിയ പണ്ഡിതനായ സ്വഹാബി വര്യനാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, കുന്നാ ജുലൂസൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെയൊക്കെ പതിവാണ് എപ്പോഴും മുത്തുനബിയുടെ കൂടെ ഇങ്ങനെ സമ്മേളിക്കുക എന്നുള്ളത്, മുത്തുനബിയിൽ നിന്ന് അറിവുകൾ പകരുക എന്നുള്ളത്, മുത്തുനബിയുടെ ഹദീസുകൾ എഴുതി വെക്കലും ക്രോഡീകരിക്കലും അത് മനഃപ്പാഠമാക്കലും, അഥവാ വഹി മുഖാന്തരം മുത്തുനബിയിലേക്ക് ഇറങ്ങുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ സാംശീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തലും അത് മനഃപ്പാഠമാക്കലും ഇൽമിന് വേണ്ടി സദാസമയവും ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണല്ലോ സ്വഹാബത്തിൽ ഒരു പറ്റം ആളുകൾ. അവർക്ക് അഹ്ലു സുഫ എന്ന് പറയുന്നു. ആ അഹ്ലു സുഫയിൽപ്പെട്ട ആളുകളാണ് അബൂ ഹുറൈറ തങ്ങളെ പോലെ, അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ, സ്വഹാബാക്കൾ. ആ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കുന്നാ ജുലൂസൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ഇങ്ങനെ പതിവ് പോലെ മുത്തുനബിയുടെ ആ തിരുസവിധത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യതുലു അലൈക്കുമുല്ലാന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. സ്വഹാബത്തെ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഇനി ഈ സദസ്സിലേക്ക് ഇപ്പോൾ ഒരാൾ കയറി വരും. മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ്, വളരെ നിശബ്ദതയോടുകൂടി, അച്ചടക്കത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി. സ്വഹാബത്തിന്റെ ആ ഇരുത്തത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വളരെയധികം വിശദീകരിക്കുന്നുണ്ട്. അവരുടെ ചുമരിലെങ്ങാനും ഒരു പക്ഷി വന്നിരുന്നു കഴിഞ്ഞാൽ ആ പക്ഷി പോലും പറന്നു പോകാത്ത വിധം അവരുടെ അച്ചടക്കത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സാധൂത മുത്തുനബിയെ ശ്രദ്ധിച്ചിരിക്കുമ്പോഴാണ് മുത്തുനബി പറയുന്നത്, യതുലു അലൈക്കുമുല്ലാന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ഇനി ഈ സദസ്സിലേക്ക് ഒരു സ്വഹാബി കടന്നു വരാനുണ്ട്. ആ സ്വഹാബി കടന്നു വരുമ്പോ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ആ സ്വഹാബി സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നബിയുനാ നബി മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ വെച്ച് സ്വർഗം കണ്ട നബി, നരകം കണ്ട നബി, ഫഖൻ നബിയിന ഫീ ഖൽഖി വഫീ ഖുലുഖി ഫലം യുദാനുഹു ഫീ ഇൽമി വലാ കറമി. സ്വഭാവത്തിലും എല്ലാ നിലക്കും ഉത്കൃഷ്ടനായ നബി, മുത്തുനബി പറഞ്ഞു കൊടുത്തു. ഇനി ഈ
സദസ്സിലേക്ക് വരുന്ന ആള് സുഖലോക സ്വർഗത്തിന്റെ അവകാശിയാണ്. ദുനിയാവിന്റെ മുകളിൽ വെച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. തുടക്കത്തിൽ നമ്മൾ ബൈത്ത് ചൊല്ലിയല്ലോ 10 അശറത്തുൽ മുബശ്ശിരീനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി തങ്ങളെ ബുർദുദ്ദായിലൂടെ പഠിപ്പിച്ചു. എന്ന് തുടങ്ങുന്ന 10ഓളം സ്വഹാബത്തിന് ഈ ദുനിയാവിന്റെ മുകളിൽ വെച്ച് തന്നെ സ്വർഗത്തിലേക്കുള്ള പാസ് കൊടുത്ത നബി അതാ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി സദസ്സിലേക്ക് കടന്നു വരുന്ന ആൾ സുഖലോക സ്വർഗാവകാശിയാണ്. മുത്തുനബി ക്ലാസ് അങ്ങനെ തുടർന്നു. ക്ലാസ് കഴിഞ്ഞു. അപ്പോഴാണ് ഒരു മനുഷ്യന് കടന്നു വരുന്നത്. എന്താണ് ആ മനുഷ്യന്റെ പ്രത്യേകത? മുത്തുനബി മദീനയിലേക്ക് ഹിജറ പോയി. ആ ഹിജറ പോയപ്പോ അവിടെ സൽക്കരിച്ചു. ആ സൽക്കരിച്ചവരാണ് അൻസ്വാരികൾ. ആ അൻസ്വാരികളിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് കടന്നു വന്നത്. ആ സ്വഹാബിയുടെ പ്രത്യേകത എന്തൊക്കെ? ആ സ്വഹാബിയുടെ പ്രത്യേകത ഒന്ന് അൻസാരിയാണ്. കടന്നു വരുമ്പോ ഉളൂഹിന്റെ വെള്ളം താടിരോമത്തിലൂടെ ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. അതുപോലെ തന്നെ ആ സ്വഹാബത്തിന്റെ ഇടത്തെ കഴിയിൽ ചെരുപ്പുണ്ട്. ആ ചെരുപ്പുമായിയാണ് മുത്തുനബിയുടെ സദസ്സിലേക്ക് കടന്നു വരുന്നത്. ക്ലാസ് തുടർന്നു. മുത്തുനബി ക്ലാസ് പിരിച്ചുവിട്ടു. പിറ്റേ ദിവസവും ക്ലാസ്സിന് വന്നു. അവിടെ എങ്ങനെ ക്ലാസ് നടക്കുന്നു, ഇൽമിന്റെ ചർച്ചകൾ നടക്കുന്നു. പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച്, മുത്തുനബിയുടെ തിരു ഹദീസിനെ കുറിച്ച് എല്ലാ ചർച്ചകളും നടക്കുമ്പോ വീണ്ടും മുത്തുനബി പറയുന്നു, ഇന്നും ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞതുപോലെ ഇന്നും നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇനി ഈ സദസ്സിലേക്ക് ഒരു സ്വഹാബി ഇന്നും കടന്നു വരും. ആ കടന്നു വരുന്ന സ്വഹാബി സുഖലോക സ്വർഗാവകാശിയാണെന്ന് മുത്തുനബി രണ്ടാമത്തെ ദിവസവും പറഞ്ഞു. ഇന്നലെ കടന്നു വന്ന അതേ സ്വഹാബി മൂന്നാമത്തെ ദിവസവും പറഞ്ഞു. ചുരുക്കുകയാണ് പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ദിവസവും കടന്നു വന്നു. ഇന്നലെ കടന്നു വന്ന, മിനിയാന്ന് കടന്നു വന്ന അതേ സ്വഹാബി അതേ രൂപത്തിൽ അതേ ഭാവത്തിൽ ആ സദസ്സിലേക്ക് കടന്നു വരികയാണ്. മുത്തുനബിയാണ് പറയുന്നത് സുഖലോക സ്വർഗാവകാശിയാണെന്ന്. സ്വഹാബത്ത് ഇങ്ങനെ അത്ഭുതത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ഇന്നലെ പറഞ്ഞപ്പോഴും ഇന്ന് പറഞ്ഞപ്പോഴും മിനിഞ്ഞാന്ന് പറഞ്ഞപ്പോഴും ഇതേ സ്വഹാബി തന്നെ കടന്നു വന്നപ്പോ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ അസ് റളിയല്ലാഹു തആല ഒരു ഭൂതി, ഒരു ആശ. എന്താണ് ഈ സ്വഹാബി ചെയ്യുന്നത്? ഈ സ്വഹാബിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ സ്വഹാബിയുടെ ജീവിതത്തിൽ എന്തെല്ലാം ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്? അതൊന്ന് പരിശോധിക്കണം. കാരണം എനിക്കും കിടക്കേണ്ടത് സുഖലോക സ്വർഗത്തിലാണല്ലോ. അതുകൊണ്ട് ആ സുഖലോക സ്വർഗത്തിൽ കടക്കാൻ ഈ സ്വഹാബി എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാനുള്ള ഒരു പ്രത്യേകമായ അന്വേഷണത്തിൽ, ഒരു കുതന്ത്രത്തോടുകൂടി ഈ സ്വഹാബിയുടെ അടുക്കയിലേക്ക് അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ അസ് റളിയല്ലാഹു തആല അൻഹു കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് പറഞ്ഞു, സ്വഹാബിയേ, നിങ്ങളോട് എനിക്കൊരു വിഷമം പറയാറുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ അസ് തങ്ങൾ പറയുകയാണ്, ഒരു നമ്പരം, ഒരു ബുദ്ധിമുട്ട്, ഒരു സങ്കടകരമായ വാർത്ത എനിക്ക് പറയാനുണ്ട്. ഞാനും എന്റെ പിതാവും എന്റെ വീടിന്റെ ഉള്ളിൽ ചെറിയ പ്രശ്നത്തിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്വരച്ചർച്ചയില്ല. എന്നെ വീട്ടിൽ നിന്ന് എന്റെ പിതാവ് പുറത്താക്കിയിട്ടുണ്ട്. ആര് പറയുന്നു? മുത്തുനബിയുടെ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ അസ്. ബഹുമാനപ്പെട്ട അംർ ബിൻ അസ് റളിയല്ലാഹു തആല അൻഹു ഈ സ്വഹാബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, എന്റെ പിതാവിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ എനിക്കൊന്ന് കിടക്കാൻ സൗകര്യം ചെയ്തു തരുമോ? ബഹുമാനപ്പെട്ട സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം മനസ്സിലാക്കിക്കൊണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണേ. അവരുടെ ആഗ്രഹം, ആ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അവർ ഉപയോഗിച്ച കുതന്ത്രം, അവരുടെ ആശ, അവരുടെ പൂതി, അത് നിരാശയാക്കാതിരിക്കാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും ഉപയോഗപ്പെടുത്തുകയാണ്. സ്വഹാബി
സദസ്സിലേക്ക് കടന്നു വരുന്നയാള് സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞ് സഹാബി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പാതിരാത്രിയാകുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങുകയാണ്. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു കിടന്നുറങ്ങിയില്ല. ഉറക്കം നടിക്കുകയാണ്, ഉറങ്ങിയ പോലെ കിടക്കുകയാണ്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈ സ്വഹാബി നിശയുടെ നിശബ്ദതയിൽ ചെയ്തു കൂട്ടുന്ന അഅ്മാലുകൾ എന്തൊക്കെയാണ്, എന്തെല്ലാമാണ് ഈ സ്വഹാബി ചെയ്യുന്നത്? പകല് ഒരുപാട് നിരീക്ഷിച്ചിട്ടുണ്ട്, പ്രത്യേകമായ ഒരു ഇബാദത്തും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി രാത്രി ഒന്ന് പരിശോധിച്ചു നോക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അങ്ങനെ കിടന്നുറങ്ങുന്നത് പോലെ ഉറക്കം നടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ജനവാദിന്റെ ഉള്ളിലൂടെ ഈ സ്വഹാബി എന്ത് ചെയ്യുന്നു എന്ന് ബഹുമാനപ്പെട്ടവർ കട്ടു നോക്കുകയാണ്. നമ്മുടെ ഭാഷ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ കട്ടു നോക്കുകയാണ്. എന്താണ് ഇനി രാത്രി ചെയ്യുന്നത്? മുത്തുനബിയാണ് പറഞ്ഞിരിക്കുന്നത് സ്വർഗം ഉറപ്പാണ്. 3 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. 3 ദിവസം ഇയാള് തന്നെയാണ് കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ ആസ് പിന്നാലെ കൂടുന്നത്. സത്യത്തിൽ ഈ പറഞ്ഞത് ചെറിയൊരു കളവായിരുന്നു. അത് ലാസ്റ്റ് പറയുന്നുണ്ട്, എന്റെ വീട്ടിലൊരു പ്രശ്നമില്ല, ഞാൻ ഉപ്പാനോടും പ്രശ്നമില്ല, ആരോടും പ്രശ്നമില്ല, ഈ വിഷയങ്ങൾ എനിക്ക് എന്താണെന്ന് അറിയാം, നമുക്ക് അവസാനം പറയാം. ഏതായിരുന്നാലും ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈ സ്വഹാബിയുടെ രാത്രികളിലുള്ള എല്ലാ കാര്യങ്ങളും വീക്ഷിക്കുകയാണ്. സുബഹിന്റെ മുമ്പതാ എണീക്കുന്നു. എല്ലാ സ്വഹാബികളും ചെയ്യുന്നത് പോലെ, എല്ലാ സ്വഹാബത്ത് കിറാമും പതിവാക്കി പോരുന്നത് പോലെ സുബഹിന്റെ മുമ്പ് എണീക്കുന്നുണ്ട്. രാത്രി കിടക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദാത്തുകളും ഓതി തന്റെ മങ്കയിന്റെ പള്ളയിലേക്ക് ഊതിക്കൊണ്ട് ശരീരമാസകലം തടവുന്നുണ്ട്. ഇതൊക്കെ മുത്തുനബിയുടെ തിരുചര്യയാണ്. ഇത് എല്ലാ സ്വഹാബത്തും ചെയ്തു പോരുന്നതാണ്. സുബഹിന്റെ മുമ്പ് എണീക്കുന്നു, തഹജ്ജുദ് നമസ്കരിക്കുന്നു, ദുആ ചെയ്യുന്നു, എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ. എന്നിട്ടതാ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ഈ സഹാബി പള്ളിയെ ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. അർദ്ധരാത്രി മുഴുവനും ഉറങ്ങാതിരുന്നു കൊണ്ട് ഈ സഹാബിയുടെ ഇബാദത്തിനെ വീക്ഷിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ അതുവരെ പ്രത്യേകമായ ഒരു അമലും ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ ചിന്തിക്കണേ, അവസാനം ബാങ്ക് വിളിക്കുമ്പോ അതാ പള്ളിയെ ലക്ഷ്യം വെച്ച് മുത്തുനബിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു നീങ്ങുകയാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ്. തങ്ങളും ആ സ്വഹാബത്തിന്റെ ആ സ്വഹാബിയുടെ വഴിയെ നടന്നു പോവുകയാണ്. അങ്ങനെ പള്ളിയിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയി. എന്നെ ഒരു 3 ദിവസം നിങ്ങളുടെ വീട്ടിലൊന്ന് താമസിക്കുമോ എന്ന് പെർമിഷൻ ചോദിച്ച് പിന്നാലെ കൂടിയതാണ്. 3 ദിവസം കടന്നു. 3 ദിവസം ചർവണം ചെയ്തുകൊണ്ട് ഈ സ്വഹാബി എന്തെല്ലാം പ്രത്യേകമായ അമലുകളാണ് ചെയ്തതെന്ന് പരിശോധിച്ചു. ഒന്നും പ്രത്യേകമായി കണ്ടില്ല. അവസാനം തുറന്ന് പറയുകയാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങൾ സ്വഹാബിയോട് തുറന്നു പറഞ്ഞു, അല്ലയോ സ്വഹാബി, ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കളവ് പറഞ്ഞതാണ്. എന്റെ ഉപ്പയുമായി ഞാനൊരു പ്രശ്നവുമില്ല, ഒരു പ്രതിസന്ധിയുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു സങ്കടങ്ങളുമില്ല. മുത്തുനബി ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടി നിങ്ങളെ പിന്നാലെ കൂടിയതാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന മുത്തുനബിയുടെ ക്ലാസുകളിലേക്ക് നിങ്ങൾ കടന്നു വന്ന 3 ദിവസങ്ങളുണ്ടായല്ലോ. വുദൂഇന്റെ വെള്ളത്തോടുകൂടി താടി രോമങ്ങളിൽ നിന്ന് ഉറ്റി വീഴുന്ന രീതിയിൽ നിങ്ങളുടെ ഇടത്തെ കയ്യിൽ നിങ്ങളുടെ ചെരുപ്പും പിടിച്ചുകൊണ്ട് മുത്തുനബിയുടെ സദസ്സിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മുത്തുനബി ഞങ്ങളോട് പറഞ്ഞു, ഈ സദസ്സിലേക്ക് കടന്നു വരുന്നയാൾ സുഖലോക സ്വർഗാവകാശിയാണെന്ന് മുത്തുനബി ഞങ്ങളോട് പറഞ്ഞപ്പോ മുത്തുനബി നിങ്ങൾക്ക് വല്ല സീക്രട്ടായ അമലുകളും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ പിന്നാലെ കൂടിയത് എന്ന്
പ്രത്യേകമായ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. നിങ്ങൾ എന്ത് അമലാണ് ചെയ്യുന്നത് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ സ്വഹാബി എന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്, ഗൈറന്നി ലാ അജിദു ഫീ നഫ്സി ലിഅഹദിൻ മിനൽ മുസ്ലിമീന ഗൈസൻ വലാ അഖ്സുദു അഹദാ. സ്വഹാബിയെ അബ്ദുല്ലാ തങ്ങളെ, നിങ്ങൾ ചെയ്യുന്ന നമസ്കാരങ്ങള്, നിങ്ങൾ ചെയ്യുന്ന അദ്കാറുകള്, നിങ്ങൾ ചെയ്യുന്ന തഹ്ലീലുകള്, നിങ്ങൾ ചെയ്യുന്ന സുന്നത്ത് നമസ്കാരങ്ങള്, നിങ്ങൾ ചെയ്തു പോരുന്ന വ്രതങ്ങള്, ഹജ്ജുകള് പോലെയല്ലാതെ ഒരമലും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യുന്നില്ല. പക്ഷേ മാ റഅയ്ത ഗൈറ അന്നീ ലാ അജിദു ഫീ നഫ്സി ലിഅഹദിൻ മിനൽ മുസ്ലിമീൻ. ഈ ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിലായി ഒരു മനുഷ്യനോടും എന്റെ ഖൽബിൽ ഒരു നീരസം പോലുമില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങളോട് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് ثم يرضى عن أبي بكر وعن عمر وعن علي وعن عثمان بالكرم سعد سعد رضي الله عنه سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. അവിടെ സഅദിൻ എന്ന് പറഞ്ഞില്ലേ, ആ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ആണ് മുത്തനബി 3 ദിവസവും പറഞ്ഞപ്പോ ആ സദസ്സിലേക്ക് കടന്നു വന്നത്. അതിനൊരൊറ്റ കാരണമാണ്, ഈ ദുനിയാവിൽ ഒരു മുസ്ലിമായ ഒരു മനുഷ്യനോട് എനിക്കൊരു അസൂയയില്ല, എനിക്കൊരു പൊങ്ങച്ചമില്ല, എനിക്കൊരു ബുദ്ധിമുട്ടില്ല, അവനോടൊരു ശത്രുതയില്ല, ഒരു വൈരാഗ്യമില്ല, ഒരു നീരസം പോലും എന്റെ ഹൃദയാന്തരാളങ്ങളിലില്ല എന്ന് സയ്യിദുനാ സഅദ് ബിൻ അബീ വഖാസ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ബന്ധങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ആഗോളതലത്തിൽ മുസ്ലിം എന്ന പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയുണ്ടാവാൻ പാടില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന മരണം നമ്മിലേക്ക് കടന്നു വരാനുണ്ട്. ഖബറിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഏത് രീതിയിലാണ് നമ്മൾ മരണപ്പെടുക എന്നും അറിയില്ല. ആരാണ് എന്റെ സക്കറാത്തിന്റെ ടൈമിൽ എന്റെ നാവിലേക്ക് ഒരു ശീല കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്പൂണിൽ സംസം വെള്ളം ഒറ്റിച്ചു തരാൻ എന്റെ തലക്കും ഭാഗത്ത് ഉണ്ടാവുക എന്നും പറയാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു നശ്വരമായ ദുനിയാവിൽ മാബൈന 60 വ 70 60 കൊല്ലം മാത്രം ആയുസ് പ്രഖ്യാപിക്കപ്പെട്ട ഏറ്റവും ആയുസ് കുറഞ്ഞ ഉമ്മത്ത് മുഹമ്മദാണ് നമ്മൾ. ഈ ആയുസിനിടയിൽ പ്രിയപ്പെട്ടവരെ, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളിൽ വിള്ളലേൽക്കാതെ സുദൃഢമാക്കിക്കൊണ്ട് ഉമ്മ ഉപ്പമാരും മക്കളും ജ്യേഷ്ഠാനുജന്മാരും സഹോദര സഹോദരിമാരും ബന്ധുമിത്രാദികളും എല്ലാ രക്തബന്ധങ്ങളും വളരെ നല്ല നിലയിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നയിക്കേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.